നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആവുന്നു. പ്രീ ഓപ്പൺ ഡാറ്റ വന്നിട്ടുണ്ട്. നിഫ്റ്റി 50 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എന്ന് കാണിച്ചേക്കുന്നത്. നമ്മളൊന്ന് മെഷർ ചെയ്താൽ പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൽ നിന്നും ഏകദേശം ഒരു 0.7% ഗ്യാപ്പ് അപ്പാണ് നിഫ്റ്റി 50യിൽ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ വേൾഡ് വൈഡ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ഒരു അപ്സൈഡ് മൂവാണ് നടത്തിയിട്ടുള്ളത്. 1% 2% അപ്സൈഡ് മൂവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സ്റ്റോക്കുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓർഡർ ബ്ലോക്കുകളൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ONGC ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാലത്തെ ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നതാണ്. അവിടെ നിന്നൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ അവിടെ നല്ലൊരു മൂവ് നമുക്ക് കിട്ടുമായിരുന്നു. എനിവേ, ഇന്നലെ നമുക്ക് ലോസ് ആണ് ഉണ്ടായിരുന്നത്. ഇന്നത്തേക്ക് ONGCയിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഇതാണ്. ഡൗൺ സൈഡിൽ വന്നിട്ട് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നാണ് ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നത്. BPCL വരുമ്പോൾ വലിയൊരു മൂവ് തന്നെയാണ് ഇന്നലെ BPCL നടത്തിയത്. ഇന്നലെ ഡൗൺവേഡ് ഏകദേശം ഒരു 4% വലിയൊരു മൂവാണ് നടത്തിയിട്ടുള്ളത്. BPCLലും ഇന്നലെ ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നതാണ്. ധാരാളം സമയം ആ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് ഒരു ഡൗൺ ഫോൾ തന്നിരിക്കുന്നത്. സെയിം ഇന്ന് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ഈ ഒരു ക്യാൻഡലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വലിയൊരു മൂവ് താഴത്തേക്ക് നടത്തിയത്. ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. വിപ്രോയിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ ചാർട്ടിൽ നിന്ന് നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഡൗൺ സൈഡും ഇന്നലത്തെ ചാർട്ടിൽ തന്നെ നമുക്കൊരു അപ്സൈഡ് നല്ലൊരു മൂവ് വന്നതുകൊണ്ട് ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 295.90 ഇതിൻ്റെ ഇന്നത്തെ പ്രൈസ് കാണിച്ചേക്കുന്നത്. 295.90 എന്ന് പറയുമ്പോൾ ഇത് ഗ്യാപ്പ് അപ്പ് നല്ല രീതിയിൽ, അതായത് ഏകദേശം ഈ ഒരു പൊസിഷനിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ ഡേ ഹൈയുടെ മുകളിൽ ഇത് ഇന്ന് ഓപ്പൺ തരുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റിന് നല്ലൊരു ഗ്യാപ്പ് മുകളിലേക്കുണ്ട്. വിപ്രോയിൽ അങ്ങനെയാണെങ്കിൽ നല്ലൊരു മൂവ് മുകളിലേക്ക് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് കിട്ടണം. ഓക്കെ, ഇന്നലെ വിപ്രോ നടത്തിയിട്ടുള്ള ടോട്ടൽ മൂവ് എന്ന് പറയുന്നത് ജസ്റ്റ് 1.74% ആണ്. സോ ദാറ്റ് ഇന്നതിന് നല്ലൊരു മൂവ് നടത്താവുന്നതാണ്. ഓൾറെഡി അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി സമയം 3 മിനിറ്റും കൂടെ ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ ബൈയിങ് പൊസിഷൻ വിപ്രോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സപ്പോർട്ടിൽ തന്നെ ഒരു എൻട്രി എടുക്കാൻ അവസരം കിട്ടിയപ്പോൾ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1:1 അത് 296.75 അതൊന്ന് അടയാളപ്പെടുത്താം. 296.75. ഓക്കെ, ഇതാണത്. ഇനി 1:2 കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 298.25 298.25. ഓക്കെ, 1:1 1:2 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് അതിൻ്റെ എൻഡിലേക്ക് എൻട്രി പോയിന്റിൽ നിന്നും നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് എത്ര ഉണ്ടെന്നുള്ളതും കൂടെ നമുക്ക് നോക്കി വയ്ക്കാം. നമ്മൾ അതിനു വേണ്ടി ഇന്ന് ശ്രമിക്കുന്നുണ്ടാവില്ല, വെറുതെ നോക്കി വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, 1:1 തൊട്ടടുത്ത് വന്നിട്ട് റിജക്ഷൻ നേരിടുന്നതാണ് കാണുന്നത്. 1:3 ഇവിടെ വരെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം ഇനി ധാരാളം ഉണ്ട്. നല്ലൊരു റിജക്ഷൻ ആണ് അവിടെ ഫസ്റ്റ് ക്യാൻഡിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് എൻട്രി എടുക്കേണ്ട പോയിൻ്റ് ഇതായിരുന്നു. അവിടെ നമ്മൾ ഓർഡർ ഇട്ടതാണ്, മാർക്കറ്റ് ഔട്ടാണ് ഇട്ടത്. പക്ഷേ നമുക്കത് കിട്ടിയത് അത്രയും പ്രൈസ് തള്ളിയിട്ടാണ്. അതായത് 294.75 എടുക്കേണ്ടത് 295.30 ആണ്
പോയത്. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. സോ ദാറ്റ് നമുക്കത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം, മറ്റൊന്നും ചെയ്യാനില്ല. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ടാർഗറ്റ് ഓർഡർ 1:1 കവർ ചെയ്തതിന് ശേഷം നമുക്ക് ടാർഗറ്റ് ഓർഡർ വയ്ക്കാവുന്നതാണ്. നിഫ്റ്റി 50 എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഡൗൺഫോളാണ് അവിടെ കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈമാണ് നമ്മുടെ സ്റ്റോക്ക് അങ്ങനെ കാണിക്കുന്നത്. നിഫ്റ്റി 50 താഴത്തേക്ക് വന്നിട്ട് പ്രീവിയസ് ഡേ ഇവിടെ നമുക്ക് കാണാം ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്തേക്കും വരുന്നു. അവിടെ നിന്ന് നല്ല ഹ്യൂജ് ബൈ വന്നാൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡുകളെല്ലാം തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ ഫസ്റ്റ് മിനിറ്റിലേക്ക് പോയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയവും നമുക്കില്ലാതില്ല. അപ്പോൾ എനിവേ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിനൊരു പരിഹാരവും കൂടെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു ഹരിബറി പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്യാനുള്ളൊരു ആകാംക്ഷയിൽ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. നല്ല വോളിയം വന്നിട്ടുണ്ട്, അത് ഡൗൺ സൈഡാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. സോ ദാറ്റ് നെക്സ്റ്റ് ക്യാൻഡിലിൽ അത് അപ്പ് സൈഡ് മൂവ് ചെയ്തേക്കാം. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ തൊട്ടടുത്താണ്. സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ പോവും. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ ഓരോ ഓർഡറും കൂടെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അത് ഇതിലെടുക്കണോ വേറെ ഏതെങ്കിലും എടുക്കണോ നമുക്ക് എന്തായാലും നോക്കാം. എനിവേ ONGC എന്ത് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ONGC ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. നിഫ്റ്റി 50 ഓർഡർ ബ്ലോക്കിന് താഴെ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് തന്നെ പോന്നേക്കാം. ONGCയിൽ ഒരു എൻട്രി എടുക്കാൻ പാകത്തിനായിട്ടില്ല. അതൊരു ഡയറക്ഷൻ പിടിക്കാൻ സമയമെടുക്കും. ഒപ്പം തന്നെ BPCL ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചിരിക്കുന്നു. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സെല്ല് ചെയ്യാവുന്ന അവസ്ഥയിലാണ് BPCL ഉള്ളത്. വിപ്രോ സ്റ്റിൽ ഡൗൺ സൈഡ് കാണിക്കുന്നു. പവർ ഗ്രിഡ് മുകളിലെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തിട്ടില്ല, താഴത്തെ സപ്പോർട്ടിലാണ് ഇന്ന് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഇന്നലെ നല്ല മൂവ് നടത്തിയതാണ്. NTPC ഇന്നലെ നല്ല മൂവ് ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. അത് ഇന്ന് ആ ഓർഡർ ബ്ലോക്ക് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ അതിന് റിജക്ഷനും നേരിട്ടിട്ടുണ്ട്. കോൾ ഇന്ത്യ നല്ല രീതിയിൽ താഴത്തേക്ക് പോരുന്നുണ്ട്. സോ ദാറ്റ് കോൾ ഇന്ത്യയിൽ നമുക്ക് ഇവിടെ നിന്നൊരു സെൽ സൈഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെൽ സൈഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് കുറച്ച്. ഇത് ആ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആ എൻട്രി കൃത്യം പ്ലേസിൽ എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സ്റ്റോപ്പ് ലോസ് ഇപ്പോഴും ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ONGC സൈഡ് വൈസ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. BPCL ഇന്നലെ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. സോ ദാറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഡൗൺഫോൾ ചെയ്യാനുള്ളൊരു സാധ്യത നമുക്ക് തോന്നുന്നു. സോ ദാറ്റ് നമ്മൾ ഒരു ഓർഡറും കൂടെ ഇന്ന് എടുക്കുവാണ്. സെൽ ഓർഡർ, അതിനകത്ത് നമ്മളൊരു 85 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാനായിട്ട് ഇടാൻ പോവാണ്. 85 ക്വാണ്ടിറ്റി. ഓക്കെ, ലിമിറ്റ് ഓർഡർ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഹിറ്റാകുമ്പോൾ ഹിറ്റാകട്ടെ,
ഇല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇനി അതിൻ്റെ റിസ്ക് റിവാർഡ് നമുക്കൊന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കാം. 268.45 നമ്മളതിൻ്റെ 0.5% സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. ഓക്കെ, 1:2 നമുക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:2.3 ആണ്. ഇനി അത് ഹിറ്റാകുകയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ എൻട്രി ഇപ്പോൾ ഹിറ്റാകും എന്ന പ്രതീക്ഷയിലാണ്. 268, 25, 30, 45 നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സ്റ്റോപ്പ് ലോസ് വെക്കണം. 269.80 അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടില്ല. ടാർഗറ്റ് വെക്കുന്നതിന് പകരം നമുക്കവിടെ ഒരു കാര്യം ചെയ്യാം. ടാർഗറ്റ് 1:2 നമുക്കൊരു അലർട്ട് സെറ്റ് ചെയ്യാം. അതിപ്പോൾ വേണ്ട, പതുക്കെ മതി. ഇനി ടാർഗറ്റ് 1:1 വരുന്നത് സെല്ലിംഗ് സൈഡിൽ 267.10 267.10 നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. 260. ഓക്കെ, 1:1 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 50 നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി 50 ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു എന്ന് കരുതിയാൽ ഇവിടെ നിന്നും മിനിമം 1.5%, 113 പോയിൻ്റ് താഴത്തേക്ക് ഫോളോ ചെയ്യേണ്ടതാണ്. ഏഷ്യയിലെ പല മാർക്കറ്റുകളും ഇന്നലത്തെ ദിവസം വേൾഡ് വൈഡ് മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിരുന്നു. ൻ്റെ അടുത്തേക്ക് പോകുന്നു. നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം ഇനി നോക്കാം. മാർക്കറ്റ് 1:1 കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ 1:2 അലർട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യുവാണ്. നമുക്ക് നോക്കാം. 1:2 ഇന്ന് കിട്ടിയാൽ മതി. സെല്ല് ആണ് ചെയ്തത്. നമുക്കിനി ബൈ ആണ് ചെയ്യേണ്ടത്. ബൈ ലിമിറ്റ് 85 ക്വാണ്ടിറ്റി. ഓക്കെ, ലിമിറ്റ് ഓർഡർ ബൈ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നെറ്റ് 1 പോർഷൻ പ്രോഫിറ്റിലേക്ക് നമ്മൾ ഇന്ന് വരാനാണ് സാധ്യത. എന്തായാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് തുടങ്ങാം എന്ന് തോന്നുന്നു. കാരണം 1:2 തൊട്ടടുത്ത് പോയിട്ട് റിവേഴ്സ് ചെയ്തിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്ക് പിന്നീട് അന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസോ ഇല്ലെങ്കിൽ ബ്രേക്ക് ഈവനോ മാത്രം കിട്ടിയ കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എനിവേ, ഇതവിടുന്ന് തിരിഞ്ഞു പോകുന്നു എന്ന് തോന്നിയാൽ സെയിം ടൈം നിഫ്റ്റി 50 അപ്സൈഡ് മൂവ് ചെയ്യുകയാണ്. സോ ദാറ്റ് അവിടുന്ന് അത് തിരിഞ്ഞു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ, കാരണം ഈ ഏരിയയിൽ വരുമ്പോൾ ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി മാർക്കറ്റിന് കിട്ടിയാൽ അവിടുന്ന് മാർക്കറ്റ് ഒരു പക്ഷേ റിവേഴ്സ് ആയേക്കാം, നമുക്കറിയത്തില്ല. പിന്നെ ഓൾറെഡി ഒരു ലോസ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ദാറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 24 റുപ്പീസാണ് ചാർജസ് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ട്രേഡും കൂടെ അതേ ചാർജ് നോക്കുമ്പോൾ ഒരു 50 റുപ്പീസോളം നമുക്ക് ചാർജ് വരുന്നുണ്ടാകും. സോ ദാറ്റ് ഇത് 1:2 ഇല്ലെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്ത് പോകുന്നില്ല എങ്കിൽ നമ്മൾ എക്സിറ്റ് എടുത്ത് പോകുന്നത് നല്ലതായിരിക്കും. എനിവേ, ഇത് കുറച്ചും കൂടെ നമ്മൾ കയറ്റി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. 1:2 വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യാം. അതിപ്പോൾ അവിടെ വന്ന് ടച്ച് ചെയ്യാൻ പോകുന്നു എന്ന് തോന്നുന്നു. സോ ദാറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. നമ്മളങ്ങോട്ട് കൊടുത്തേക്കുവാണ്. മാർക്കറ്റ് അവിടെ നിന്ന് തിരിയുന്നു. നല്ല വോളിയം വന്നിട്ടുണ്ട്. സോ ദാറ്റ് ആ വോളിയം നമ്മൾ കാണുന്നത് പോലെ ബൈയിങ് സൈഡല്ല,
അത് സെല്ലിങ് സൈഡല്ല, അത് ബൈയിങ് സൈഡ് വോളിയം ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. 400 സിസ്റ്റം ഇന്നത്തെ ഡേ ഹൈ വോളിയം അവിടെ വരുവാണ് ആ ക്യാൻഡിലിൽ. സോ ദാറ്റ് അവിടുന്ന് മാർക്കറ്റ് ഒരു പക്ഷേ തിരിഞ്ഞു പോയേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1:1 എക്സിറ്റ് പ്ലാൻ ചെയ്യേണ്ടി വരും. സോ 1:2ഉം 1:1ഉം നമ്മൾ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഒന്ന് വെച്ച് കൊടുക്കാം. ട്രേഡിൽ നിന്ന് ഇനി നമുക്ക് ലോസ് എടുക്കാൻ വയ്യ. അത് ടാർഗറ്റ് എക്സിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് അതിനെ മാർക്കറ്റ് എക്സിറ്റ് എടുക്കാൻ തോന്നുകയാണ്. എനിവേ നോക്കട്ടെ. മാർക്കറ്റ് വെച്ച് നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യുവാണ്. ഓക്കെ, എക്സിറ്റ് എടുത്തു. വേറൊന്നും കണ്ടല്ല, ഇന്നലെയും നമ്മൾ ലോസിലായിരുന്നു. ഇന്നിനി ഒരു ലോസ് കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്ത കൊണ്ടിട്ടാണ്. അപ്പോൾ നിയർലി 1:2 അവിടെ നമുക്ക് കിട്ടിയതായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. സോ ദാറ്റ് നെറ്റ് പ്രോഫിറ്റിലാണുള്ളത് 79 രൂപ. ചാർജസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റ് തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ പലരും നമ്മുടെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ചാർജസ് കൂട്ടുന്നില്ലേ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാർജ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ നമ്മൾ ആ രീതിയിൽ കണക്ക് കൂട്ടേണ്ട കാര്യം ഇല്ല. നമ്മൾ ആക്ച്വലി ചാർജസ് കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ ഒത്തിരി ട്രേഡുകൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കണക്ക് കൂട്ടേണ്ടതുണ്ട്. നമ്മൾ ഒരു ദിവസം 1 ട്രേഡോ 2 ട്രേഡോ അതിൽ കൂടുതൽ നമ്മൾ എടുക്കാറേ ഇല്ല. അപ്പോൾ മാക്സിമം 1 ട്രേഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആ ചാർജ് കണക്കൂട്ടേണ്ട കാര്യമില്ല. കാരണം ചാർജ് കൊടുക്കാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ 1:3 ഒക്കെ നമ്മളിവിടെ എടുത്തിട്ടുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ 1:3 ഒക്കെ എടുത്ത ദിവസങ്ങളും നമ്മൾ 1:2ൻ്റെ കണക്ക് വെച്ചിട്ട് മാത്രം കണക്ക് കൂട്ടിയ 40% വിൻ റേഷ്യോ ഉണ്ടെങ്കിൽ എന്ത് കിട്ടുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. 40% വിൻ റേഷ്യോ ഉണ്ടെങ്കിൽ ഇയർലി നമുക്കൊരു 100% നെറ്റ് കിട്ടണം. അപ്പോൾ നെറ്റ് 100% ഇയർലി കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ 5,000 റുപ്പീസ് വെച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന ഒരാളുടെ അക്കൗണ്ടിൽ അതിൻ്റെ കോമ്പൗണ്ടിങ് എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ ഒരു 7 കോടി രൂപയ്ക്ക് മുകളിൽ 10ാമത്തെ വർഷം അക്കൗണ്ടിലുണ്ടാവും. ഓക്കെ, അത് നമ്മൾ 1:2 വെച്ചിട്ടാണ് കണക്ക് കൂട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആക്ച്വലി കിട്ടുന്നത് എന്താണ്? നമുക്ക് ആക്ച്വലി കിട്ടുന്ന അതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 1:3 മാത്രം, ഇല്ലെങ്കിൽ 1:3 മാത്രം വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും കണക്ക് വളരെ വലുതായി മാറും. ഇവിടെ 1:5, 1:6, 1:5 ഒക്കെ പല ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഒരു 2-2.5 വർഷം മുമ്പ് നമ്മൾ ട്രേഡ് ഇക്വിറ്റിയിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 1:7, 9 ഒക്കെ എടുത്ത സമയമുണ്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് ഇന്ന് തിരിച്ചു വന്നിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓപ്ഷൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ചധികം സ്ട്രാറ്റജികൾ ഓപ്ഷൻസൊക്കെ ആയിട്ട് ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങി. ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പറയാനൊന്നുമില്ല, നമ്മൾ അതുവരെ പഠിച്ചെടുത്തതെല്ലാം നമ്മുടെ മാനസികാവസ്ഥയും എല്ലാം താറുമാറായി. അതിനകത്ത് ഓപ്ഷൻ ബൈയിങ് മോശം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരെ കൊണ്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ പറ്റുന്നൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് അനുയോജ്യമായ ഓരോരോ കാര്യങ്ങളുണ്ടാകും. അത് കണ്ടെത്തി അതിൽ നമ്മൾ എക്സ്പെർട്ട് ആകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ബൈയിങ് മാനസികമായി നമ്മളെ ഒത്തിരി തകർത്ത് കളഞ്ഞാണ്. കാരണം പല തവണ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയതാണ്. ഇവിടെ നമുക്ക് കാണാം, നമ്മളെടുത്ത ഓരോ എൻട്രീസും ആ പോയിന്റിൽ നിന്നും 1:2 എബോ, 1:3 എബോ, 1:5 എബോ, 7 എബോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മളതൊക്കെ എടുക്കുകയും ചെയ്യുമായിരുന്നു. 7ഉം 9ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് എടുക്കുമായിരുന്നു. ഇന്ന് ഇപ്പോൾ അങ്ങനെ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അത് ഓപ്ഷൻ ബൈയിങ്ങിൽ പോയി നമ്മുടെ മാനസികാവസ്ഥ ആകെ താറുമാറായതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമ്മൾ എന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയിൽ റീസ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പോൾ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 200 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എൻഡ് ടു എൻഡ് ടാർഗറ്റ് ചെയ്തുകൊണ്ട്
നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് മാറ്റാതെ. അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോപ്പ് ലോസ് വെക്കും, അതിനുശേഷം ടാർഗറ്റ് 1:7 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ഒറ്റ ട്രയലിങ്ങേ ഉള്ളൂ, അത് ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്യും, ചാർജസ് മാത്രം കിട്ടിയാൽ മതി. ആ രീതിയിൽ ആ ട്രേഡിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കും. അങ്ങനെ അത് പോയി നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചേക്കും, അതിൽ വന്നാൽ മാത്രം നമ്മൾ എക്സിറ്റ് എടുക്കും. അതർവൈസ് ഇപ്പോൾ 1:5 കവർ ചെയ്തു, ഇല്ല 1:4 കവർ ചെയ്തു, അപ്പോൾ നമ്മൾ വീണ്ടും ഒറ്റ ട്രയലിംഗ് കൂടെ ഉള്ളൂ 1:2 അപ്പം ഒന്നെങ്കിൽ ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ 1:2 ഇതിലേതെങ്കിലും ഒന്നേ നമ്മൾ എടുക്കാറുള്ളൂ. അതർവൈസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ, അപ്പോൾ പിന്നെ ക്ഷമയോടുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്താണ് നമുക്ക് ഈ 1:9 ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ പല വ്യക്തികളും ഓൾറെഡി ഇത് ടാർഗറ്റ് ചെയ്ത് എടുക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ റിസ്ക് റിവാർഡിലാണ് അവർ ആ ഗെയിം മൊത്തം വിജയിക്കുന്നത്. അവരുടെ വിൻ റേഷ്യോ വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ വിൻ റേഷ്യോ 20% ആണ്. അതായത് 100 ട്രേഡ് എടുക്കുമ്പോൾ 80 ട്രേഡ് ആൾ ലോസ് അടിക്കുവാണ്, പക്ഷേ 20 ട്രേഡ് കിട്ടുന്നത് ഹ്യൂജ് പ്രോഫിറ്റാണ്. അപ്പോൾ ആ ഹ്യൂജ് പ്രോഫിറ്റ് വെച്ചിട്ട് അയാൾ ഇതിനെ മൊത്തം കവർ ചെയ്ത് നല്ല പ്രോഫിറ്റിലേക്ക് വരുവാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, 1:6 പോകാൻ സാധ്യതയുണ്ട്, അവർ ആ ടാർഗറ്റ് ഏരിയ കണ്ടെത്തി അവിടെ ഓർഡർ പ്ലേസ് ചെയ്യുവാണ്. അത് വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ 100 ട്രേഡ് എടുക്കുമ്പോൾ 80 ട്രേഡും അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കുന്നുണ്ടാവില്ല. പലപ്പോഴും സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടാവുന്നില്ല, പക്ഷേ അവരുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ഈ 20% ഓഫ് ടൈം മാത്രമായിരിക്കും, പക്ഷേ അപ്പോഴൊക്കെ അവർ ഹ്യൂജ് പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കവർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പ്രോഫിറ്റ് 79.25. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന 1:2 മാത്രം ജസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം നമ്മൾ 200 ട്രേഡുകൾ, ഇപ്പോൾ ഇന്നും കൂടെ ആയപ്പോൾ 151 ദിവസമേ നമ്മൾ ആയിട്ടുള്ളൂ. അപ്പോൾ 200 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇമാതിരി അംഗം വെട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ മാസം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രോഫിറ്റും കൂടെ കൂട്ടുമ്പോൾ 6 പ്രോഫിറ്റ് 4 ലോസ്. അത് നല്ലൊരു എന്താ പറയുക വിൻ റേഷ്യോ ആണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 15 പ്രോഫിറ്റിൻ്റെ സ്ഥാനത്ത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട് 16 പ്രോഫിറ്റും 8 ലോസുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് ആക്ച്വലി നമ്മൾ 1% ആയിട്ട് കണക്ക് കൂട്ടുവാണ്, അതിൻ്റെ തൊട്ട് പറ്റിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് ആണ് നമ്മളിന്ന് ഈ സ്റ്റോക്കിൽ അച്ചീവ് ചെയ്തേക്കുന്നത്. ഇനി അത് എത്രമാത്രം പോയിട്ടുണ്ടാകും അതനുസരിച്ച് നമ്മൾ ഇവിടെ ഈവനിങ് ടൈമിലേക്ക് 1:2 എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ 3 or 4 പോവുകയാണെങ്കിൽ അതൊന്നും അടയാളപ്പെടുത്തി വെക്കും. എന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിൻ്റെ മൊത്തം കണക്ക് നമ്മളെടുക്കും. എത്ര ട്രേഡ് നമ്മൾ പ്രോഫിറ്റിലുണ്ടായിരുന്നു, ആ ട്രേഡുകളിൽ ആവറേജ് എത്ര വന്നിട്ടുണ്ട്, എത്ര തവണ 1:5 പോയിട്ടുണ്ട്, 1:6 പോയിട്ടുണ്ട്, 7 പോയിട്ടുണ്ട്, എത്ര തവണ 2 പോയിട്ടുണ്ട്. അപ്പോൾ 2-ന് മുകളിൽ എത്ര തവണ, അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണ്, ബൈ ഡിഫോൾട്ട് നമുക്കറിയാം വിൻ ചെയ്യുന്നത് ട്രേഡുകൾ 2-ന് മുകളിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 1:2 എന്ന് പറയുന്ന ഏറ്റവും കുറച്ച് തവണയും 1:3 വളരെ കൂടുതലും 1:5 ഇല്ലേ 4 ഒക്കെ 1:2 കിട്ടിയതിൽ കൂടുതൽ തവണ കിട്ടുന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എൻഡ് ടു എൻഡ് ആണ്. അതായത് നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് കണ്ടെത്തിയിട്ട് അങ്ങോട്ടാണ് പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിഫ്റ്റി 50യുടെ മൂവ് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഈ ഓർഡർ ബ്ലോക്കിൽ റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിം ടൈം നമ്മളിവിടെ 1:1 ട്രയൽ അടിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നത് അത് ട്രയൽ അടിച്ച് പോകുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വിപ്രോയിൽ എടുത്തിരുന്നത് എന്താകുമായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിവേ എവിടെ പോയി നമ്മൾ എൻട്രി എടുത്താലും അതിന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ നിന്ന് താഴത്തേക്ക് എൻട്രി എടുത്ത ഒരാൾക്ക് നല്ല മൂവാണ് ഇത് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് നമുക്ക് നോക്കാം. അവിടെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ഇങ്ങോട്ടേക്ക് 1:2 ഇല്ല 1:1.5 അവിടെ വരെ ഉള്ളൂ. ആ ഏരിയയിൽ സപ്പോർട്ടുണ്ട്. സോ ദാറ്റ് ആക്ച്വലി നമ്മൾ ഇന്ന് ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കേണ്ട കാര്യം ഇല്ലാത്തൊരു സ്റ്റോക്കായിരുന്നു എന്ന് ഇപ്പോൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ,
പവർ ഗ്രിഡ് ഓർഡർ ബ്ലോക്കുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു, അതായത് മേളിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം താഴെ വന്ന് ഹിറ്റ് ചെയ്തു, റെസിസ്റ്റൻസ് എടുത്ത് മുകളിലേക്ക് പോയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1% മൂവ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് മുകളിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന സ്ഥലത്ത് നിന്ന് 1:2 ഇത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലേക്കും. മാർക്കറ്റ് അതായത് ഇൻഡെക്സ് താഴത്തേക്ക് പോകുന്ന സമയത്തും ഓർഡർ ബ്ലോക്കിൻ്റെ പവർ വെച്ചിട്ടാണ് ഈ സ്റ്റോക്ക് എന്ത് തന്നു, 1:2 തന്നിട്ടുണ്ട്. ഇനി NDPC നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NDPC ഫസ്റ്റ് ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കിനുള്ളിൽ തന്നെ കൊടുങ്ങുന്നതാണ് കണ്ടത്. അതിനുശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഇത് ഇന്ന് ഈ കാണിക്കുന്ന ഒരവസ്ഥ വെച്ചിട്ട് ഇത് താഴത്തേക്ക് പോരാം. ഇവിടെ മുകളിലൊരു ഓർഡർ ബ്ലോക്കിൽ പോയിട്ട് ഇത് ഹിറ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് അതിൻ്റെ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് അവിടെ നിന്ന് എന്ത് കിട്ടും, കാരണം ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്യുവാണ്. എന്നാൽ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളപ്പോൾ ആ മാർക്ക് ചെയ്തേക്കുന്നതിൽ ചെറിയ എറർ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എനിവേ രണ്ടാമതും ഈ ഒരു പ്രൈസിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് റിജക്റ്റ് ആയേക്കുന്നത്. ഇവിടെ നിന്ന് താഴത്തേക്ക് 1% നിയർലി പോയിട്ടുണ്ട്. സോ ദാറ്റ് ഈ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് താഴത്തേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ബട്ട് ഇന്നത്തെ ഇതിൻ്റെ ഹൈ ഈ ഓർഡർ ബ്ലോക്കിന് മുകളിലാണ്. ഇനി കോൾ ഇന്ത്യ വരുമ്പോൾ ഓർഡർ ബ്ലോക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പലതിനകത്തും മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ മാർക്ക് ചെയ്തത് തെറ്റും കൂടി ആവാം. നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് തന്നെ ആയതുകൊണ്ട് അങ്ങനെയും സംഭവിക്കുന്നുണ്ടാകും ബഹുഭൂരിപക്ഷം സമയം. അപ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്ക് കൃത്യമായി വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ എഡ്ജിൽ നിന്നും ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്ന ഒരു 0.7% ഡൗൺവേർഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി യു പി എല്ലിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾക്ക് നല്ലൊരു ഓർഡർ ബ്ലോക്ക് തന്നെയാണ്. നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ കറക്റ്റാണ്. അവിടെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് പിന്നത്തെ ലോ വെച്ചേക്കുന്നത്. അപ്പോൾ 1:1 കവർ ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ താഴത്ത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 1:2 എന്തായാലും അതിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ആ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിനു മുമ്പ് നമ്മളുടെ ഇപ്പോഴത്തെ പൊസിഷൻ 151 ദിവസം, 66 ദിവസം പ്രോഫിറ്റും 85 ദിവസം ലോസുമാണ്. നെറ്റ് വിൻ റേഷ്യോ വരുന്നത് 43%. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ടാണെങ്കിൽ 40% വിൻ റേഷ്യോ കിട്ടുന്ന ഏതൊരാൾക്കും ഇയർലി പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ 0.5%, 1% അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് അതിൻ്റെ 5x ലിവറേജ്, കാരണം നമ്മൾ ലിവറേജ് എടുത്തിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5x ലിവറേജും കൂടെ കൂട്ടുമ്പോൾ വിത്ത് ലിവറേജ് 100% ഓഫ് റിട്ടേൺ ആണ് വരുന്നത്. അതിൻ്റെ കണക്ക് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ അത് നിങ്ങൾക്കും സ്വയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വിത്ത് ലിവറേജ് 100% ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ നമുക്ക് 40% വിൻ റേഷ്യോ കിട്ടിയാൽ മതി. നമ്മൾ ഈ 151 ദിവസം നമ്മളിപ്പോൾ അറിയാമല്ലോ, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയലി 200 ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ ആ റിയൽ കൗണ്ട് എടുക്കേണ്ടത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് 43% വിൻ റേഷ്യോ തരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ബ്രേക്ക് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി, ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു മാസം ലോസിനേക്കാൾ കൂടുതൽ വിൻ, അതായത് ഈ 40% അല്ല അതിന് മുകളിലേക്ക് വിൻ റേഷ്യോ തന്നു തുടങ്ങിയത്, മന്ത്ലി നമുക്ക് കിട്ടിത്തുടങ്ങിയത് ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി വന്നതിന് ശേഷമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ മൊത്തം ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ 16+8, അതായത് നമ്മൾ 24ാമത്തെ ദിവസമാണ് ഇന്ന് ട്രേഡ് എടുത്തേക്കുന്നത്. ഈ 24 ദിവസത്തിൽ 16 ദിവസം നമുക്ക് പ്രോഫിറ്റ് ഡേയ്സ് ആണ്. 16 ദിവസം ഡിവൈഡഡ് ബൈ 24 × 100, അതായത് നമുക്ക് 66% വിൻ റേഷ്യോ ഈ ഒരു സ്ട്രാറ്റജി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു റിവേഴ്സൽ ട്രേഡ് അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേൺസിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന വിൻ റേഷ്യോ, അല്ലെങ്കിൽ ആ റിവേഴ്സൽ പാറ്റേണുകളുടെ വിൻ റേഷ്യോ പൊതുവിൽ 72% ആണ്. നമ്മളും 70% വരെയൊക്കെ എത്തിയിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസിങ് ടൈം ആയതുകൊണ്ടും നമുക്ക് ഒത്തിരി തെറ്റുകൾ എറേഴ്സ് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ വരയ്ക്കുന്ന ഓർഡർ ബ്ലോക്കുകൾ പോലും എല്ലാം ആക്യുറേറ്റ് ഒന്നും ആകുന്നില്ല. സോ ദാറ്റ് നമുക്ക് മിസ്റ്റേക്കുകളും എല്ലാം വെച്ചിട്ട് പോലും നമുക്ക് 66% വിൻ റേഷ്യോ ഇപ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം. ഒപ്പം തന്നെ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ 263 നെറ്റ് P&L ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 5000 എന്ന കണക്ക് എടുക്കുകയാണെങ്കിൽ പോലും 263 × 5000 263
ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 5.26% നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അറിയാം മന്ത്ലി നമുക്ക് 8.5% റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ഇയർലി നോക്കിക്കഴിഞ്ഞാൽ 8.5 ഇൻറ്റു 12, അതായത് 100% നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ മാസം ഓൾറെഡി നമുക്കത് കിട്ടിയിട്ടുണ്ട്, 11% കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നത്തെ മാസം നമുക്ക് ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയിരുന്നു, അതുകൊണ്ട് നമുക്കത് അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല. അതിന് മുന്നത്തെ മാസവും നമുക്ക് 8.5 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 253, അന്ന് നമ്മുടെ ക്യാപിറ്റൽ കുറവായിരുന്നു, അതുകൊണ്ടാണ് അവിടെ 8.5. ഓക്കെ, ഇനി ഈ മാസം വരുമ്പോൾ നമുക്ക് ഇനി ദിവസങ്ങളുണ്ട്, 15ഓളം ദിവസങ്ങൾ അല്ലെങ്കിൽ 10ഓളം ട്രേഡിംഗ് ഡേയ്സ് ഇനിയും വരാൻ കിടക്കുന്നു. സോ ദാറ്റ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധ്യത, അതായത് 8.5 എത്തിയാൽ മതി, അതെത്താനായിട്ടുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ, അതായത് നമ്മൾ വിൻ റേഷ്യോയുടെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ എല്ലാ ട്രേഡും വിൻ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് റിസ്ക് റിവാർഡ് പ്ലസ് പൊസിഷൻ സൈസിങ്, നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, മാത്തമാറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയർ മാർക്കറ്റിനെ വിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതർവൈസ് നമ്മൾ ചാർട്ടിൽ കിടന്ന് തലപൊളിച്ച് നമ്മൾ അതിനകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി ഫ്രസ്ട്രേറ്റഡ് ആകുന്നതിനേക്കാളും എളുപ്പമാണ് മാത്തമാറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഷെയർ ട്രേഡിങ്ങിൽ വിജയിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റിൽ നിഫ്റ്റി അതിൻ്റെ ഡൗൺ ട്രെൻഡ് തുടരുവാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ താങ്ക് യു.